എന്ന് പറയും. സാഖ്യബുദ്ധി എന്ന് പറഞ്ഞാൽ വസ്തുക്കളെ സംഖ്യാനം ചെയ്യുക, എണ്ണി എണ്ണി വേർതിരിക്കുക, ഇത് സത്യം ഇന്നത് അസത്യം, ഇങ്ങനെ വേർതിരിച്ച് അറിയുന്ന ആ അറിവ്, അതാണ് സാഖ്യബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ അർജുനന് ഭഗവാൻ ഉപദേശിച്ചത് ഈ ഒരു ബുദ്ധിയാണ്. അപ്പൊ നിലനിൽപ്പിന് എക്സിസ്റ്റൻസ്, അത് ബോധമെന്ന് പിന്നെ ജഡം എന്ന് രണ്ടായിരത്തി വേർതിരിച്ച് കാണിച്ചു. എന്നിട്ട് ബോധമാണ് സത്യം, ജഡം അസത്യമാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു അർജുനന് ചെയ്തത്. പക്ഷേ അർജുനനെ സംബന്ധിച്ച് ഉള്ളിൽ വാസനയുണ്ട്, യുദ്ധവാസനയുണ്ട്. അതുകൊണ്ട് കർമ്മബന്ധങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അർജുനന്റെ സ്വധർമ്മമായ യുദ്ധം ചെയ്യേണ്ടതാണ്, അത് അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് ഭഗവാൻ ഉപദേശിച്ചു അല്ലെ. അങ്ങനെയാണ് അത് നിർത്തുന്നത്. അപ്പൊ ഇനി ഈ വാസനയിൽ കുടുങ്ങിയിട്ട് കർമ്മമാർഗത്തില് വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവര് ആ മനസ്സിന്റെ സമനില നിലനിർത്തുന്ന അഭ്യാസം അല്ലെ, ആ ഒരു യോഗ പരിശീലനം അവരില് വളരെയധികം നല്ല ഫലങ്ങൾ, അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാവും അല്ലെ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് അടുത്ത ശ്ലോകം ഭഗവാൻ പറയും. യോഗത്തെ സ്തുതിക്കുകയാണ്. എന്താണ് യോഗത്തിന്റെ മഹാത്മ്യം, അതിനെ സ്തുതിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. അപ്പൊ ഈ യോഗം അഭ്യസിച്ച് യോഗ പരിശീലനം കൊണ്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. 40ാമത്തെ ശ്ലോകം ചൊല്ലിക്കും. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അതാണ് ഇതിലുണ്ടാവുന്ന ഗുണം എന്താണ്? ഇഹ അല്ലെ, ഈ നേഹാഭിക്രമനാശോസ്തി ഇഹ ന അസ്തി. എന്താണ്? അഭിക്രമനാശമുണ്ട്. അഭിക്രമനാശ ന അസ്തി എന്നാണ്. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കർമ്മയോഗത്തില്, നേരത്തെ പറഞ്ഞല്ലോ, കർമ്മയോഗത്തില് അഭിക്രമനാശ ന അസ്തി എന്നാണ്. അഭിക്രമനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തുടക്കത്തിന്, ആരംഭത്തിന് തടസ്സമില്ല എന്നാണ് പറയുന്നത്. തുടങ്ങി വെച്ചതിന്റെ ക്രമത്തിനുള്ള നാശം അത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ പ്രത്യവായ ന വിദ്യത, മറ്റു ദോഷങ്ങളും ഇല്ല ഈ യോഗ പരിശീലനത്തിന്, യോഗാഭ്യാസ കർമ്മയോഗത്തിൽ. അസ്യ ധർമ്മസ്യ, ഈ ധർമ്മത്തിന്റെ സ്വൽപ്പമപി എന്ന് പറഞ്ഞാൽ സ്വൽപ്പം പോലും, കുറച്ചുപോലും, സ്വൽപ്പമപി മഹത ഭയാത്രായതേ. അപ്പൊ ഈ യോഗം സ്വൽപ്പമെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഒരു ജ്ഞാനം സ്വൽപ്പമെങ്കിലും ഉണ്ടെങ്കിൽ, സ്വൽപ്പമുണ്ടെങ്കിൽ വലിയ ഭയത്തിൽ നിന്ന് തന്നെ അത് രക്ഷിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ ഒരു മഹത്വം, അതാണ് ഈ യോഗം പരിശീലിക്കുമ്പോൾ ഒരു ഗുണം, അതാണ് പറയുന്നത്. ഈ യോഗം അഭ്യസിച്ചുകൊണ്ട് സ്വധർമാനുഷ്ഠാനം ആണ് ചെയ്യുന്നതെങ്കിൽ അത് തുടങ്ങി വെച്ചതിന്റെ ആ ക്രമത്തിന് നാശം സംഭവിക്കില്ല എന്നാണ് പറയുന്നത്, അഭിക്രമനാശം. പിന്നെ മാത്രമല്ല അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അനന്തര ഫലവും അതിനുണ്ടാവില്ല, റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ സാധാരണ ചില മരുന്നൊക്കെ കഴിക്കുമ്പോൾ റിയാക്ഷൻസ് ഉണ്ടാവും അല്ല, അതേപോലുള്ള ഒരു ദോഷം ഇതിനകത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ യോഗ ബുദ്ധിയുടെ സ്വല്പം പോലും വളരെ വലിയ ഭയത്തിൽ നിന്ന് പോലും രക്ഷിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിന്റെ സമനിലയാണ് ഇവിടെ പ്രധാനം, സമനില അഭ്യസിക്കലാണ് പ്രധാനം എന്നാണ് പറയുന്നത്. അത് ഏതിലായാലും, ജ്ഞാനയോഗമായാലും കർമ്മയോഗമായാലും മനസ്സിന്റെ ബാലൻസ്, ആ ഇക്വിലിബ്രിയം, അത് അഭ്യസിക്കലാണ് പ്രധാനം. അത് എങ്ങനെയും നേടിയെടുക്കണം എന്നാണ് പറയുന്നത്, മനസ്സിന്റെ ആ ഒരു സമചിത്തത. അപ്പൊ ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ തത്വവിചാരം കൊണ്ട് സത്യം എന്താണെന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞു. ഇനി അതിനെ വിചാരം ചെയ്ത് മനസ്സിന്റെ സമനില നേടലാണ് ജ്ഞാനയോഗം എന്ന് പറയും. അതാണ് ജ്ഞാനത്തോടെയുള്ള യോഗം. അതിലൂടെയും നമ്മൾക്ക് ആ യോഗാവസ്ഥയിൽ എത്തുന്ന സമനില പ്രാപിക്കാൻ പറ്റും, സമചിത്തത പ്രാപിക്കാനായിട്ട് സാധിക്കും തത്വവിചാരം കൊണ്ട്. അതാണ് ജ്ഞാനയോഗം. അപ്പൊ കർമ്മയോഗം എന്ന് പറഞ്ഞാലോ, നമ്മളുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ലൗകിക ജീവിതത്തിൽ, ലൗകിക കർമ്മങ്ങളിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ തന്നെ, എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിന്റെ സമനില ശീലിക്കുക, അതാണ് കർമ്മയോഗം. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ നമ്മൾക്കൊക്കെ എന്താ പറഞ്ഞിരിക്കണം? കർമ്മയോഗമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾക്ക് കുറെ കർമ്മവാസനകളുണ്ട് ചെയ്തു തീർക്കാൻ. അപ്പൊ ആ നമ്മളുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്ത് വേണം? മനസ്സിനെ സമനിലയിൽ നിർത്താൻ നമ്മൾ പഠിക്കണം, അത് അഭ്യസിക്കണം എന്നാണ് പറയുന്നത്.
അതാണ് കർമ്മയോഗം. അപ്പൊ ഏത് മാർഗം, ഏത് ഉപായമായാലും, ജ്ഞാനയോഗമായാലും കർമ്മയോഗമായാലും മനസ്സിനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വേറെ എന്തെങ്കിലും മാർഗങ്ങളാവട്ടെ, എന്ത് ടെക്നിക്കായാലും വിരോധമില്ല. മനസ്സിനെ സമനിലയിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ യോഗമായിട്ട് കണക്കാക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഏത് വഴിയിലൂടെ നമ്മൾക്ക് മനസ്സിന്റെ സമനില എത്തുകയാണെങ്കിൽ അതൊക്കെ യോഗമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളുടെയും പേരുകളുടെ അവസാനം യോഗം എന്നുള്ള പേരുണ്ട്. ശരിയല്ല? അല്ലെ? എല്ലാത്തിനെയും അവസാനം യോഗം എന്നുള്ള പേരുണ്ട്. കാരണം ഏത് മാർഗത്തിലൂടെയും ആവാം ആ ഒരു അവസ്ഥയിലേക്ക് എത്താം നമ്മൾക്ക് എന്നാണ്. അപ്പൊ അർജുനന്റെ വിഷാദം പോലും യോഗമായി, അല്ലെ? അതാണ് അർജുന വിഷാദ യോഗം, 1-ാമത്തെ അധ്യായം പറയുന്നത് അതാണ്. അപ്പൊ അർജുനന് നേരത്തെ പറഞ്ഞു ദൈവീ സമ്പന്നനാണ്, ദൈവീ സമ്പത്ത് കൂടുതലുള്ള ആളാണ് അർജുനൻ. അപ്പൊ അങ്ങനെയുള്ള അർജുനന്റെ ആ യുദ്ധരംഗത്തെ ദുഃഖം പോലും, ആ വിഷാദം പോലും ആ സമനിലയോട് അടുപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ വിഷാദം യോഗം എന്ന് പറയാനുള്ള കാരണം. അർജുനന്റെ വിഷാദം പോലും അർജുനനെ ആ ഒരു സമനിലയിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അർജുന വിഷാദ യോഗം, 1-ാമത്തെ അധ്യായം അതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താ പറയുമോ, ഈ യോഗം എന്ന് പറഞ്ഞാൽ ഈ സമചിത്തത, മനസ്സിന്റെ ഈ സമനില അഭ്യസിക്കലുണ്ടല്ലോ, യോഗ പരിശീലനം, അത് ഒരാള് ഈ ജന്മത്തില് എത്രത്തോളം അഭ്യസിച്ചോ, ഏതുവരെ എത്തി നിൽക്കുന്നുവോ അത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേട്ടോ എല്ലാവരും? നമ്മൾ ഏതുവരെയാണ് ഇപ്പൊ അഭ്യസിച്ചു വെച്ചിരിക്കുന്നത്, അഭ്യസിച്ചിടത്തോളം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ മറ്റു ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് പല കാര്യങ്ങളും, ഇപ്പൊ ചിലര് ബിസിനസ് ചെയ്യുന്നുണ്ടാവാം, ചിലര് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളായിരിക്കാം, ചിലർ കൃഷി ചെയ്യുന്നുണ്ടാവാം. എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മൾ കുറെ കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെ? പല നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ അതിലൊക്കെ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൗകിക യത്നങ്ങളിൽ നേടിയതൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ശരിയല്ലേ? നമ്മളിപ്പോ പണിയെടുത്ത് കുറെ പണം സമ്പാദിച്ചു എന്ന് വിചാരിക്കുക, പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ നമ്മൾ കുറെ സ്വത്ത് സമ്പാദിച്ചു വിചാരിക്കുക, അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഭൗതിക തലത്തിൽ നമ്മൾ എന്തെല്ലാം നേട്ടം ഉണ്ടാക്കിയോ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം, അല്ലെ? ശരിയാണോ? ശരിയല്ല? നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം, അതൊക്കെ പോകും, നമ്മളെ വിട്ടുപോകും. പക്ഷേ ഈ മനസ്സിന്റെ സമനില നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളമാണോ നമുക്ക് നേടാൻ സാധിച്ചത്, അത് മരിച്ചാൽ പോലും അത് നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ജന്മത്തില് ഒരു തലം വരെ എത്തി, പൂർണ്ണമായില്ല, പകുതിയെ നമുക്ക് മനസ്സിന്റെ സമനില നേടാൻ സാധിച്ചുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോഴേക്ക് നമ്മൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അടുത്ത ജന്മത്തില് ബാക്കിയുള്ളത് ചെയ്താൽ മതി. നമ്മൾ ഇനി ആദ്യം ഒന്നെന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. പിടികിട്ടിയോ? യെസ്, ആദ്യമായിട്ട് പിന്നെ ഒന്നെന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ ചെയ്തൊന്നും നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. യോഗം എന്ന് പറയും, യോഗ പരിശീലനം ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പൊ അടുത്ത ജന്മത്തിലേക്ക് അതിന്റെ ബാക്കി ചെയ്ത് തീർത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് അതുപോലെ ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുക, അനന്തര ഫലങ്ങള്. നമ്മൾ എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ ചികിത്സിക്കുമ്പോൾ ചില മരുന്നുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇന്ന് അലോപ്പതി മെഡിസിൻസ്, അല്ലെ, ചില മരുന്നുകൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ അസുഖം മാറും. നമ്മൾ ഏത് അസുഖത്തിനാണോ ചികിത്സ തേടിയത് ആ മരുന്ന് കഴിക്കുന്നതിലൂടെ ആ അസുഖം മാറും. പക്ഷേ അസുഖം മാറിയാൽ അതിന്റെ ഈ മരുന്ന് കഴിച്ചതിന്റെ റിയാക്ഷൻസ് പിന്നീട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അത് നമ്മൾക്ക് ദോഷം വരുത്തുന്ന അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എന്ന് വരാം മരുന്നൊക്കെ കഴിക്കുമ്പോൾ. പക്ഷെ യോഗ പരിശീലനത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല ഇതിന്. അപ്പൊ യോഗ പരിശീലനം പറഞ്ഞാൽ മനസ്സിലായില്ലേ? യോഗ പരിശീലനം പറഞ്ഞാൽ യോഗാസനമല്ല ഉദ്ദേശിക്കുന്നത്, ആ മനസ്സിന്റെ സമചിത്തത, അതാണ് യോഗ പരിശീലനം. നമ്മൾ ആസനങ്ങൾ ചെയ്യുമ്പോഴും അതിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിക്കുന്നത്. മനസ്സിന്റെ ആ ഒരു സമനിലയിലേക്കാണ് നമ്മൾ എത്തുന്നത് ആസനങ്ങൾ ചെയ്യുമ്പോഴും, അല്ലെ? അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാം. അത് കഴിയുമ്പോഴേക്കും നമ്മൾ മനസ്സ് ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോ മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആഫ്റ്റർ ഇഫക്ട്സ്, റിയാക്ഷൻസ് പോലെ ഈ യോഗ പരിശീലനം ചെയ്താൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ക്ലേശകരമായ റിസൾട്ട് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല ഒരിക്കലും. അപ്പോ ഇതിന്റെ
പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയം, അല്ലെ? ഭയം പറയുന്നത് വളരെയധികം നമ്മളെ കഷ്ടപ്പെടുന്നതാണ് ഈ ഭയം. അപ്പൊ ഈ യോഗ പരിശീലനം കുറച്ചെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, യോഗ പരിശീലനമാകുന്ന ആ മരുന്ന് കുറച്ചെങ്കിലും നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഭയം പോലും നീക്കം ചെയ്യപ്പെടുന്നതാണ്. അതാണ് സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ യോഗ പരിശീലനം, ഈ ധർമ്മം നമ്മൾ കുറച്ചെങ്കിലും അഭ്യസിക്കുകയാണ്, കുറച്ചെങ്കിലും നേടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭയത്തിൽ നിന്ന് പോലും നമ്മൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ സംസാരം എന്ന് പറയുന്ന നമ്മൾ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു രോഗമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു രോഗം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ ക്ഷോഭമാണ്, മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവുന്നതാണ്, മനസ്സ് പ്രക്ഷുബ്ധമാവുന്നതാണ്. അപ്പൊ അതിന് ഒരേ ഒരു ചികിത്സ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സമനില പരിശീലിക്കുകയാണ്. യോഗ പരിശീലനമാണ്, മനസ്സിനെ സമനിലയിൽ നിർത്താനുള്ള പരിശീലനമാണ് അതിന്റെ ഒരേ ഒരു ചികിത്സ എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ആ സമനില, അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു. അപ്പൊ സമനിലയിൽ കൊണ്ടുവരിക മനസ്സിനെ. ആ യോഗ പരിശീലനത്തിന്റെ രഹസ്യം എന്താണ്? അതിന്റെ പരമരഹസ്യമാണ് ഇനി അടുത്ത പദ്യത്തിൽ ഭഗവാൻ പറയാനായിട്ട് പോകുന്നത്, അർജുനോട് പറയാനായിട്ട് പോകുന്നത്. ഇതിന്റെ രഹസ്യം എന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെ ഇത് പരിശീലിക്കണം അതാണ് പറയാനായിട്ട് പോകുന്നത്. 41-ാമത്തെ ശ്ലോകം അൺമ്യൂട്ട് ചെയ്തോളൂ. വ്യവസായാത്മികാ ബുദ്ധിരേകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ വ്യവസായിനാം. അടുത്ത ശ്ലോകത്തില് പറയും, എന്താണ് പറയുന്നത്? വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്ദാശ ബുദ്ധയോ വ്യവസായിനാം. ഹേ കുരുനന്ദന, അല്ലയോ അർജുന. എന്താണ് ഇവിടെ അർജുനെ കുരുനന്ദന എന്ന് വെച്ചാൽ കുരുവംശക്കാരനാണ്, അല്ലെ? കുരുവംശത്തിലുള്ള ആളാണ് അർജുനൻ. ഇവരൊക്കെ പണ്ടവരും കൗരവരും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ കുരുവംശത്തിലുള്ള അർജുന, കുരുവംശനായ അർജുന, അതാണ് കുരുനന്ദന. ഇഹ വ്യവസായാത്മിക ബുദ്ധി. അപ്പൊ ഇതിലെന്താണ് ഈ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ? വ്യവസായാത്മിക എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മികമായ എന്നർത്ഥം, നിശ്ചയാത്മകമായ, ഉറപ്പുള്ള എന്നർത്ഥം. അതാണ് വ്യവസായാത്മിക ബുദ്ധി. അതാണ് ഇവിടെ ജ്ഞാനം. ഏക എന്നാണ്, ഏക. അപ്പൊ ഉറച്ചിട്ടുള്ള ഒരു ഉറപ്പായിട്ടുള്ള ഒരു ജ്ഞാനം, നിശ്ചയമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് എന്നാണ് പറയുന്നത്. ഒന്ന് മാത്രമാണ് ആ ജ്ഞാനം. അവ്യവസായിനാം ബുദ്ധയഹ. ഇനി ആ ഉറപ്പ് വരാത്തവരുടെ ബുദ്ധികളോ എങ്ങനെയായിരിക്കും? ബഹുശാഖ അനന്താശ, വളരെ ബ്രാഞ്ചസ്, വളരെ ശാഖകളോടുകൂടി, പരിധിയില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനത്തില് ഉറപ്പ് വന്നവർ, അതാണ് നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ. അത് ഉറപ്പ് വന്നവർക്ക് ഒന്ന് മാത്രമാണ് എന്നാണ് പറയുന്നത്. ബുദ്ധി, അവരുടെ നിശ്ചയ ബുദ്ധി ഒന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ ലോകത്തിൽ നിശ്ചയ ബുദ്ധി ഒന്നേ ഉള്ളൂ. ഇനി ആ ഒരു ഉറപ്പിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തവരോ, അവരുടെ ബുദ്ധി പല വഴിക്ക് കറങ്ങിക്കൊണ്ടിരിക്കും, പല ഭാഗത്തോട് ഓടിക്കൊണ്ടിരിക്കും, അതിനൊരു അവസാനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിശ്ചയ ബുദ്ധി ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് കുരുനന്ദന എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു അർജുനനെ, അല്ലെ? കുരുനന്ദന. അപ്പൊ ഇതിൽ കുരുനന്ദന എന്ന് പറയുമ്പോ ആ കുരു രാജാക്കന്മാരെ പലരെയും ഓർമ്മിപ്പിക്കുന്നതാണ് ആ അഭിസംബോധന. പലരെയും ഓർമ്മിപ്പിക്കുന്നതാണ് കുരുനന്ദന. അപ്പൊ ഇവിടെ മനസ്സിന്റെ ആ യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമനില ശീലിക്കുക എന്ന ആ യോഗം അഭ്യസിക്കുന്ന ആഗ്രഹമുള്ള ഒരാള് ആദ്യമായിട്ട് എന്ത് വേണം? സത്യം എന്താന്നുള്ളത് ഗ്രഹിക്കണം എന്നാണ്. സത്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ, നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായിട്ട് എന്താണുള്ളത് അത് ഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ഒരു സംഗതി ഉണ്ടാവുമല്ലോ. ഏതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്? എവിടെയാണിത് നിലനിൽക്കുന്നത്? എവിടേക്കാണ് ഇതെല്ലാം തിരിച്ചു പോകുന്നത്? ആ വസ്തു, അതിന്റെ സ്വരൂപം എന്താന്നുള്ളത് ഗ്രഹിക്കണം, അത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ആദ്യം വേണ്ടത് അതാണ്. യോഗ പരിശീലനത്തിന് വേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ എന്ത് വേണം? അപ്പൊ ആ ഒരു വസ്തു ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക, അത് ഗ്രഹിക്കുക. എല്ലാവരും ഉണ്ടോ ഇവിടെ? എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? എല്ലാവരും ഉണ്ട്. ആ വസ്തു ഏതാന്നുള്ളത് ആദ്യം ഗ്രഹിക്കുക. പിന്നീട് എന്ത് വേണം?
നമ്മൾ ചുറ്റും എന്തെല്ലാം കാണുന്നുണ്ടോ, രൂപങ്ങൾ, നാമരൂപങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ, എന്തൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, എന്തൊക്കെ കാഴ്ചകളുണ്ടോ, ആ കാഴ്ചകൾ മുഴുവൻ ഈ ഒരു വസ്തുവിന്റെ സ്വരൂപമാണുള്ളത് എന്ന് മനസ്സിൽ ഉറപ്പിക്കണം, മനസ്സിനെ പഠിപ്പിക്കണം എന്നാണത്. ഇതൊരു പരിശീലനമാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ നാമരൂപങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരേ ഒരു വസ്തുവിൽ നിന്നാണ്. അത് ആദ്യം മനസ്സിലാക്കാം. ഏതാണ് ആ വസ്തു എന്നുള്ളത് മനസ്സിലാക്കാം. എന്നിട്ട് അപ്പൊ ആ വസ്തുവിൽ നിന്നാണ് ഈ നാമരൂപങ്ങളൊക്കെ ഉണ്ടായതെങ്കിൽ ഈ നാമരൂപങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ വസ്തു തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തുടക്കത്തിൽ സൂചിപ്പിച്ചു, മണ്ണുകൊണ്ട് കുറെ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. പല രൂപത്തിലുള്ള, പല പേരുകളുള്ള പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, നിരത്തി വെച്ചിരിക്കുന്നു. ചീനച്ചട്ടി ഉണ്ടാവാം, മണ്ണുകൊണ്ട് ചട്ടി ഉണ്ടാവാം, അല്ലെ? പിന്നെന്താണ്, അങ്ങനെ പല പാത്രങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതിലെല്ലാം യഥാർത്ഥത്തിൽ എന്താണ്? ഒരേ മണ്ണ് മാത്രമാണ്. മണ്ണാണ് എല്ലാറ്റിലും, അല്ലെ? ശരിയല്ലേ? അതേപോലെ, കാരണം മണ്ണ് കൊണ്ടാണ്, മണ്ണിൽ നിന്നാണ് ആ പാത്രങ്ങൾ രൂപാന്തരം പ്രാപിച്ചത്. മണ്ണിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ഒരേ ഒരു വസ്തു, ബോധം, അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന നാമരൂപങ്ങളിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ വസ്തു സ്വരൂപമാണ്. ഇത് മനസ്സിൽ ഉറപ്പിക്കണം. പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ അതിൽ മുഴുവൻ ഈ വസ്തുവാണുള്ളത്. അത് മനസ്സിനെ ആദ്യം പഠിപ്പിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ പരമമായ കാരണം എന്ന് പറയുന്നത് ആ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താ? അഖണ്ഡ ബോധാനന്ദ സ്വരൂപമാണ് ബ്രഹ്മം. ആ ബ്രഹ്മമാണ്. അത് ആൾറെഡി തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ കാര്യം അറിവുള്ളവരിൽ നിന്ന്, അത് അനുഭവിച്ചറിഞ്ഞവരിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന് അത് കേട്ട് വിചാരം ചെയ്യണം എന്നാണ് പറയുന്നത്. കേട്ടാൽ മാത്രം പോരാ. മനസ്സിലാവുന്നുണ്ടോ? ആ സത്യം എന്താണെന്നുള്ളത് നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞു. നമ്മളെല്ലാവരും പലതവണ നമ്മളത് കേട്ടിട്ടുണ്ട്. എന്റെ പുറകിൽ എന്താണ്, സത്യം എന്താണ്, നമ്മളെല്ലാവരും കേട്ടു. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? അത് വിചാരം ചെയ്യണം. വിചാരം ചെയ്ത് ഈ കാണുന്നത് മുഴുവൻ ആ വസ്തുവാണ് എന്ന് മനസ്സിനെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അത് യാതൊന്നു കാൺപതതു, അതന്നെ മനനം, യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, അല്ല? അതേപോലെ ഈ കാണുന്നതൊക്കെ എന്താണോ അത് മുഴുവൻ ബ്രഹ്മം തന്നെയാണ്. കാരണം അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിനെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ നിശ്ചയാത്മികമായ ഒരേ ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഈ ബ്രഹ്മബുദ്ധിയാണ്. അതിനാണ് നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയാം. എന്തൊക്കെ വേറെ വേറെ നാമരൂപങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, എന്തൊക്കെ കാഴ്ചകളാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ കാഴ്ചകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു വസ്തുവാണ്, ബ്രഹ്മം. ആ ബ്രഹ്മബുദ്ധി ഇതെല്ലാം ഒന്നാണ് എന്നുള്ളതാണ് നിശ്ചയാത്മികമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഉറച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് കാഴ്ചകൾ കണ്ടാലും അതൊക്കെ ബ്രഹ്മമാണ് എന്നുള്ള ആ ബോധത്തിന് മാറ്റം വരില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും ഉണ്ടോ അവിടെ? വേക്കപ്പ് ഉണരൂ ഉണരൂ, ഉറങ്ങുന്നവരൊക്കെ. മനസ്സിലായോ? അപ്പൊ ഇതിനാണ്, ഈ ബ്രഹ്മബുദ്ധിക്കാണ് നിശ്ചയാത്മികയായ ഒരേ ഒരു ബുദ്ധി എന്ന നിശ്ചയാത്മിക ബുദ്ധിരേക ഏകഹ. അപ്പൊ എന്ത് കണ്ടാലും ബ്രഹ്മമാണ് എന്നുള്ള ആ ഒരേ ഒരു ബുദ്ധി, ഏകബുദ്ധിക്ക് ഒരു മാറ്റമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ഭേദഭാവനകളും നീങ്ങി ഈ ബ്രഹ്മബുദ്ധി പൂർണ്ണമായും അനുഭവിച്ചറിയലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയും. എന്ന് അതോടുകൂടി ഉറപ്പ് വരും. ഇതാണ് ലക്ഷ്യം എന്നുള്ളത് ഒരു ഉറപ്പ് വരും എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ, മറ്റതൊക്കെ അതിൽ തോന്നപ്പെടുന്ന രൂപങ്ങളാണ്, നാമരൂപങ്ങളാണ്. അപ്പോ ആ വസ്തുസ്വരൂപം മനസ്സിലാക്കി ആ നിശ്ചയാത്മികയായ ഏകബുദ്ധി ഉറപ്പിക്കലാണ് വേദത്തിലെ ഉപനിഷത്തിന്റെ ഭാഗം ചെയ്യുന്നത്. അത് ജ്ഞാനകാന്ഡം എന്നാണ് പറയാം. ഉപനിഷത്ത് ജ്ഞാനകാന്ഡം എന്നറിയപ്പെടുന്നത് ഉപനിഷത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഉപനിഷത്തിന്റെ ഭാഗത്തില് ഇത് വെളിപ്പെടുത്തി തരികയാണ്. എന്താണ്? വസ്തുസ്വരൂപം, അല്ലെ? അത് ഇതാണ്, എല്ലാറ്റിലും ഉള്ളത് ഇതാണ്. ആ ഒരു ഏകബുദ്ധി ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഉപനിഷത്തിലൂടെ. അപ്പൊ വസ്തു എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത്
ഒന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് വിചാരം ചെയ്തറിയണം. പിന്നെയോ ഉപനിഷത്തിൽ പറയുന്ന ഒരു കാരണം, പലത് കാണുന്ന ആള് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് ഓടേണ്ടി വരുന്നു. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് ഓടേണ്ടി വരുന്ന പറഞ്ഞാൽ എന്താ? ജനിക്കുക, മരിക്കുക, ആ ചക്രത്തിൽപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അവസാനിക്കില്ല. കാരണം എന്താ? ഈ പലത് കണ്ടോണ്ടിരിക്കുക, പലത് കണ്ട് ഭ്രമിച്ചിരിക്കുകയാണ്, ഇതാണ് സത്യം എന്ന് വിചാരിച്ച്. അപ്പൊ ഈ ജനന മരണങ്ങൾ അവസാനിക്കില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. നേരെ വെച്ച് ഇതൊക്കെ ഒറ്റ വസ്തുവാണ് എന്നുള്ള ആ ബുദ്ധി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഉപനിഷത്ത് പറയുന്ന ഈ കാര്യം അംഗീകരിക്കാൻ മടിക്കുന്ന ആളുകളുണ്ട്. ആളുകൾക്കും ധാരാളം ലക്ഷ്യങ്ങളുണ്ട് പലർക്കും, അല്ലെ? ശരിയല്ലേ? എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? നമ്മുടെ ജീവിത ചുറ്റുപാടുള്ള ആളുകളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചിലർക്ക് പണമാണ് ലക്ഷ്യം, പണം ധാരാളം ഉണ്ടാക്കണം. ചിലർക്ക് പ്രശസ്തിയാണ്, അല്ലെ? അവർക്ക് പ്രശസ്തനാവണം. പിന്നെ ചിലർക്ക് പൊസിഷൻ, സ്ഥാനമാനങ്ങൾ നേടണം, അതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ ചിലർക്ക് പവർ, അധികാരം വേണം. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആളുകൾക്ക്, അനവധി ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ഈ പുറമേയുള്ള ഈ ലക്ഷ്യങ്ങളിലേക്ക് ഒരു കുഴപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ ലക്ഷ്യങ്ങൾ വേറെ വന്നുകൊണ്ടിരിക്കും, അല്ലെ? ശരിയല്ല? ഒന്ന് നേടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ലക്ഷ്യങ്ങൾ വരും. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ ജീവിതത്തില്. ആദ്യം നമ്മൾക്ക് കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ നമുക്ക് തോന്നിയത് ഒരു ജോലി കിട്ടണം എന്നായിരുന്നു തോന്നിയത്, അതായിരുന്നു ലക്ഷ്യം. ജോലി കിട്ടി കഴിഞ്ഞപ്പോ പുതിയ ലക്ഷ്യം വന്നു, വീട് വെക്കണം. വീട് വെച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ലക്ഷ്യം വന്നു, കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചപ്പോഴും അടുത്ത ലക്ഷ്യം വന്നു, കുട്ടികൾ വേണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ലക്ഷ്യം, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് നേടിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നമ്മളുടെ മുന്നിലെത്തും. ഇനി ഈ ഭൗതിക തലത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു എന്ന് വിചാരിക്കും, അല്ലെ? ഭൗതിക ജീവിതത്തിൽ ഈ ലോകത്തില്, ഇഹലോകത്തില് ഇവിടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം വയ്ക്കുക സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടെന്നാണ്, അത് നേടാനാണ്. സ്വർഗത്തിൽ കൽപ്പവൃക്ഷം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അല്ല? അതുപോലെ കാമധേനു, അപ്സരസുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതായി ഈ ലക്ഷ്യം. അപ്പോ ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, എന്ത് നേടിക്കഴിഞ്ഞാലും ഉള്ളിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തി ഉണ്ടാവുന്നില്ല എന്നാണ്. ഒരു സംതൃപ്തി ഉണ്ടാവുന്നില്ല, അല്ലെ? ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ജീവിതത്തിൽ കാണുന്നുണ്ട് നമ്മൾ പലരെയും, അല്ല? എന്ത് കിട്ടിയാലും നമുക്കൊരു തൃപ്തി വരുന്നില്ല. ഇപ്പോ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ അത് കിട്ടിക്കഴിഞ്ഞാലോ എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നതിന് തുല്യമായി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ആ കാര്യം സാധിച്ചു കഴിഞ്ഞാലോ അപ്പൊ പുതിയതൊരെണ്ണം ഉള്ളിലേക്ക് കയറി വരും. അപ്പൊ പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി, സംതൃപ്തി ഒട്ടും ഉണ്ടാവില്ല എന്നാണ്. അതുപോലെ കാഴ്ചകൾ പലതാണ്, ഇതിനൊന്നും ഒരു എൻഡില്ല, ഒരു അവസാനിക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് ഈ അവസാനമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ് നിശ്ചയത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തവരുടെ ബുദ്ധികൾ അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, പല വഴിക്ക് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിയുള്ള ആളുകളുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് സംതൃപ്തി ഉണ്ടാവില്ല, ജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടാവും. പിന്നെയോ എപ്പോഴും സംശയമായിരിക്കും, സംഭ്രമം. ഇതൊക്കെ അങ്ങനെയുള്ള ബുദ്ധിയുള്ള, ഉറപ്പ് വരാത്ത ബുദ്ധിയുള്ള ആളുകളുടെ സ്വഭാവമാണ് ഇതൊക്കെ എന്നാണ്. അസംതൃപ്തി, സംശയം, സംഭ്രമം, ഭയം, ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. ഇതാണ് അവ്യവസായ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള പല വഴിക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കാൻ, ഒരു വഴിയിലേക്ക് ആക്കാൻ വേണ്ടിയാണ്, അതിനുള്ള ഒരു ശ്രമമാണ് വേദത്തിലെ കർമ്മകാണ്ഡത്തിലെ ഭാഗത്തുള്ളത് എന്നാണ് പറയുന്നത്, അല്ലെ? വേദത്തിൽ ജ്ഞാനകാന്ഡമുണ്ട്, കർമ്മകാന്ഡമുണ്ട്. അപ്പൊ വേദത്തിൽ കർമ്മകാന്ഡം ഒരു ഭാഗമാണ്. അത് ഇങ്ങനെ ബുദ്ധി പല വഴിക്ക് ഓടുന്ന ആളുകളെ ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ്. ശരി. അപ്പൊ ആ കർമ്മകാന്ഡ വേദത്തിന്റെ കർമ്മകാന്ഡ ഭാഗത്തില് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒന്ന് ദൈവസങ്കല്പങ്ങൾ ഉൾക്കൊള്ളുക, പിന്നെ യാഗങ്ങൾ, ഉപാസനകൾ അനുഷ്ഠിക്കുക. ഇതൊക്കെയാണ് കർമ്മകാന്ഡത്തിൽ നിർദ്ദേശിക്കുന്നത്. അത്തരം ചില കർമ്മങ്ങൾ ചെയ്യാനാണ്. പക്ഷേ വേറെ കുഴപ്പമുള്ള എന്താണെന്നറിയാമോ? വേദത്തിന്റെ ഈ ഒരു ഭാഗം തന്നെ പല ബ്രാഞ്ചസ് ആയിട്ട് പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ പല ശാഖകളിലും പലർക്കും പല ലക്ഷ്യങ്ങളും പല കർമ്മങ്ങളും പല പ്രവർത്തനങ്ങളും അതിൽ നിർദ്ദേശിച്ചിരിക്കണം എന്ന് മാത്രമല്ല, ഈ കർമ്മകാന്ഡം എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് മാറി വരും.
ടൈമിനനുസരിച്ച് മാറ്റം ഉണ്ടാവും, സ്ഥലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇതിന്റെ കർമ്മകാണ്ഡത്തിൽ മാറ്റം വരും, കർമ്മങ്ങൾക്ക് മാറ്റം വരും. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേദത്തിന്റെ ഭാഗം തന്നെയാണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഈ കർമ്മകാണ്ഡ ഭാഗത്തെയോ അല്ലെങ്കിൽ ഈ ഭൗതിക മാർഗത്തെയോ സ്വീകരിക്കുന്നവർക്ക്, അതിൽ മുഴുകിയിരിക്കുന്നവർക്ക് മനസ്സിന്റെ സമനില ശീലിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് പറഞ്ഞു വരുന്നത്. വേദത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും, കർമ്മകാണ്ഡം വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിന്റെ സമനില ശീലിക്കല് ബുദ്ധിമുട്ടാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അതിലും പല വഴിക്കാണ് കൊണ്ടുപോകുന്നത്. അതിലും കർമ്മ കാണ്ഡത്തിലും പല മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എപ്പോഴാണ് സമനില പാലിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. ബുദ്ധി ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം, അപ്പോഴേ സമനില സാധിക്കുള്ളൂ. നേരെ വെച്ച് ബുദ്ധി പലതിന്റെ പിന്നാലെ ഓടി നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ബാലൻസ്ഡ് ആവുക എന്നാണ് ചോദിക്കുന്നത്. സമനില കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ആ ഒന്ന് മാത്രമായിരിക്കുന്ന അതില് ബുദ്ധിയെ ഉറപ്പിച്ചു നിർത്തുക. സത്യസ്വരൂപം, അതാണ് ഒന്ന്. ബോധം എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്, അതിന്റെ ആ സ്വരൂപത്തില് ബുദ്ധിയെ ഉറപ്പിക്കുക. എന്നിട്ട് എന്ത് വേണം? ആ ലക്ഷ്യം, അതാണ് ലക്ഷ്യം. അതിൽ നിന്നുകൊണ്ട് യോഗ പരിശീലനത്തിലൂടെ, സമനില അഭ്യസിക്കുന്നതിലൂടെ സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്. മനസ്സിനെ, അതാണ് യോഗസ്ഥ കുരുകർമ്മമാണ്, അത് വരുന്നുണ്ട്. അപ്പൊ സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് ഭഗവാൻ അർജുനോട് പറയും. അപ്പൊ ഒന്നിൽ ഫോക്കസ് ചെയ്യാം, അല്ലെ? ശ്രദ്ധ ഒന്നിലാവണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നില് ബുദ്ധി ഉറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഏകാഗ്രതയിൽ, ആ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങേയറ്റം ആനന്ദം ഉള്ളിൽ അനുഭവിക്കാൻ പറ്റും. ശാന്തി ഉള്ളിൽ നിറയുന്നതാണ് പറഞ്ഞത്. ഒന്നില് മാത്രം ശ്രദ്ധ ഉറച്ചു കഴിഞ്ഞാൽ, അതാണ് നിശ്ചയാത്മിക ബുദ്ധിരേഖ. ഒന്നിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ. പക്ഷെ പല വഴിക്ക് പോയി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല, സമനില ഉണ്ടാവില്ല, മനസ്സിന് എന്നാണ്, ബാലൻസ്ഡ് ആവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് എന്താണ് ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് കാണുന്നത്, ഭൂരിഭാഗം ആളുകൾ ഈ ഭൗതിക ചിന്തകളിൽ മുഴുകിക്കഴിയുന്നവരാണ്. അതേപോലെ വേദങ്ങളിൽ പറയുന്ന ഈ കർമ്മകാണ്ഡം, അതിലും കുടുങ്ങിക്കിടക്കുന്നവരാണ് അധികവും നമുക്ക് ചുറ്റുമുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ലേ, പരാജയപ്പെടേണ്ടി വരുമോ എന്നാണ് അടുത്ത സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അല്ലെ? പക്ഷേ പരാജയപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലും ഒഴുകി കഴിയുന്നവർക്ക്, ഈ വേദത്തിൽ പറയുന്ന കർമ്മകാണ്ഡം അതിലും അതേപോലെ വെറും ഭൗതിക ചിന്തകളിലും ഒഴുകി കഴിയുന്ന ആളുകൾക്ക് മനസ്സിനൊരു ഏകാഗ്രത കിട്ടില്ല, അത് ഉറപ്പാണ്. കാരണം മനസ്സ് പല വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുക, ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പറയത്തക്ക സുഖമൊന്നും ഒരിക്കലും കിട്ടില്ല എന്നാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. കാരണം പല വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സ്, പല ഭാഗങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്കൊന്നും, അങ്ങനെയുള്ളവർക്ക് സുഖം കിട്ടാൻ പോകുന്നില്ല എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. അടുത്ത 3 ശ്ലോകങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 42, 43, 44 3 ശ്ലോകങ്ങൾ ചൊല്ലിക്കോളൂ. അടുത്ത് അൺമ്യൂട്ട് ചെയ്തോളൂ. യാമിമാം പുഷ്പിതാം വാചം പ്രവദ്യന്ത്യവിപശ്ചിതഃ വേദവാതരതാഃ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മനഃ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയത്തെ. ഈ ശ്ലോകങ്ങളില് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപശ്ചിതഃ വേദവാദരതാ പാർത്ഥ നാന്യദസ്തീതി വാദിന കാമാത്മാന സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ. എന്താണ് അതില് ഭഗവാൻ
പറയാൻ ഉദ്ദേശിക്കുന്നത്? അർജുനോട് പറയണ, അല്ലയോ അർജുന, നേരത്തെ പറഞ്ഞല്ലോ വേദത്തില് കർമ്മകാണ്ഡത്തില് വിവരിച്ചിട്ടുള്ള കുറെ യാഗം തുടങ്ങിയ കർമ്മങ്ങള്, അതിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്നാണ് അതിന്റെ ഫലം. അതാണ് സ്വർഗ തുടങ്ങിയ ഫലങ്ങളില് അതിൽ സുഖം കണ്ടെത്തുന്നവര്. അതേപോലെ അതിൽ കവിഞ്ഞ് വേറെ ഒരു സത്യമില്ല, മോക്ഷമൊന്നും ഇല്ല എന്ന് വാദിക്കുന്ന ആളുകള്, അങ്ങനെയുള്ള ചില ആളുകള്. പിന്നെ തന്റെ ആഗ്രഹങ്ങളുടെ സങ്കല്പങ്ങളിൽ മുഴുകി കഴിയുന്ന ആളുകളുണ്ട്. പിന്നെ സ്വർഗം നേടണം എന്ന് വിചാരിച്ച് തന്റെ ജീവിതം മുഴുവൻ അതിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള അറിവില്ലാത്ത ആളുകള്. പിന്നെയോ ആവർത്തിച്ചുള്ള ജന്മങ്ങൾക്കും കർമ്മങ്ങൾക്കും ഇടയാക്കുന്ന ഈ ലൗകിക സുഖം, ഐശ്വര്യം അതൊക്കെ ലക്ഷ്യമാക്കിയിട്ട് പലതരത്തിലുള്ള ക്രിയകൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. കാരണം ഈ പല കർമ്മങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ജനനത്തെയും പുതിയ കർമ്മങ്ങളേക്കും കാരണമാക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പൂത്ത മരത്തെ പോലെ എന്ന് പറയുന്നുണ്ട്. പൂത്ത മരത്തെ പോലെ, പൂത്ത് നിൽക്കുന്ന ഒരു മരം വളരെ അട്രാക്റ്റീവാണ്, വളരെ ആകർഷണീയമാണ്. അപ്പോ അതേപോലെ ഒരു പൂത്ത മരം നിൽക്കുന്നത് പോലെ ആകർഷണീയമായ വാക്കുകൾ കേട്ട് ആ വാക്കുകളിൽ കുടുങ്ങി ലൗകിക ഐശ്വര്യം വേണം എന്ന് കരുതി അതിൽ മുഴുകി കിടക്കുന്നവർക്ക് ഈ ഏകാഗ്ര ബുദ്ധി കിട്ടില്ല എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. മനസ്സിലായോ? ഈ സത്യനിശ്ചയ രൂപത്തിൽ ഏകാഗ്ര ബുദ്ധി അവർക്ക് കിട്ടില്ല. അങ്ങനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധി അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സമാധി എന്ന് പറയുന്നത്, സമാധി എന്ന് പറഞ്ഞാൽ എല്ലാ സങ്കല്പങ്ങളുടെയും സോഴ്സ് അന്ധഃകരണമാണ്, അല്ലെ? ഈ കർമ്മകാണ്ഡം എന്ന് പറയുന്നത് അതിൽ ആ വേദഭാഗത്തിൽ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രവർത്തിച്ചിട്ട് കർമ്മം കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാവുന്ന ലോക അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നതാണ് കർമ്മകാണ്ഡം. പിന്നിന്റെ കർമ്മങ്ങൾ ചെയ്താൽ എന്തൊക്കെയാണ് നമുക്ക് നേടാൻ സാധിക്കുക ലോകത്ത്, അത് വിവരിക്കുന്നതാണ് കർമ്മകാണ്ഡം. അപ്പോ ആളുകൾക്ക് പലർക്കും പല ആഗ്രഹങ്ങളുണ്ട്, പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ആളുകളിൽ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സുഖാനുഭവങ്ങൾ എങ്ങനെ നേടാൻ പറ്റും എന്നുള്ളത് അതിൽ വിവരിക്കുന്നുണ്ട്, ആ കർമ്മകാണ്ഡത്തിൽ വിവരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സുഖങ്ങൾ, ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന രീതിയിലുള്ള സുഖങ്ങൾ അനുഭവിക്കാം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ അനുഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് അനുഭവിക്കേണ്ട സുഖങ്ങളാണ് ഒക്കെ എന്നാണ് പറയുന്നത്. അമരത്വത്തിലേക്ക് നയിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വേദത്തിലെ ഈ ഒരു ഭാഗം, കർമ്മകാണ്ഡ ഭാഗം എന്ന് പറയുന്നത് പൂർണ്ണമല്ല, അപൂർണമാണ് എന്നാണ് പറയുന്നത്. കാരണം അത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ കർമ്മകാണ്ഡ ഭാഗം നമ്മൾക്ക് എന്താണ്, അത് പ്രമാണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിനെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അതില് കുടുങ്ങിയിട്ട് ഓരോരോ ആചാരങ്ങൾ ചെയ്ത് അതിനകത്ത് വട്ടം കറങ്ങി നടക്കുന്നവർക്ക് ഒരിക്കലും സത്യം തെളിഞ്ഞു കിട്ടില്ല എന്നാണ് പറയുന്നത്. അവർക്ക് സത്യബോധം ഉണ്ടാവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പുഷ്പിച്ചു നിൽക്കുന്ന ഫലം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ പൂവേ ഉള്ളൂ, കായ ഉണ്ടാവണില്ല എന്നാണ്. അപ്പൊ കർമ്മകാണ്ഡത്തിനെ സംബന്ധിച്ച് പൂത്ത് നിൽക്കുന്ന മരം പോലെയാണ്. കാരണം അതില് ഫലം ഉണ്ടാവുന്നില്ല, കായ ഉണ്ടാവണില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കർമ്മകാണ്ഡത്തില്, വേദത്തിലെ ഈ കർമ്മകാണ്ഡ ഭാഗം എന്ന് പറയുന്ന അതും ജഡവിഷയമാണ്. അതുകൊണ്ട് അതിനെയും നമ്മൾ മാറ്റി നിർത്തി ഉപനിഷത്തിൽ പറയുന്ന ആ സത്ത, ആ ചേതന, ആ ചൈതന്യം, അതിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത് എന്ന് ഭഗവാൻ ഇനി തുടർന്ന് ഉപദേശിക്കുകയാണ് അർജുനനോട്. അത് നമ്മൾക്ക് നാളെ നോക്കാം. ആ കാര്യങ്ങൾ നമ്മൾക്ക് നാളെ നോക്കാം. യെസ്. അപ്പൊ കുറെ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് മാത്രം ഇത് നേടാൻ പറ്റില്ല എന്നാണ്. ഈ സമചിത്തത യോഗം നേടാൻ പറ്റില്ല, അത് നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നടക്കണ എന്തെങ്കിലും വേണം, ഒന്നില് ഫോക്കസ്ഡ് ആവണം, ഒന്നില് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലേ അത് നടക്കുള്ളൂ. ആ ഒന്ന് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒന്നിലായിരിക്കണം. അപ്പോഴേ നമ്മൾക്കത് സാധിക്കുള്ളൂ എന്നാണ് അതിൽ പറഞ്ഞു വരുന്നത്. ഓക്കെ, യെസ്. കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. നട്ടെല്ലാം നിവർന്നിരിക്കട്ടെ.
കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം വൃത്തിക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും ഉള്ളിലൊരു ബാലൻസ് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കൂ. ഉള്ളിൽ അനുഭവപ്പെടുന്ന സമചിത്തത, അതിൽ വിശ്രമിക്കും. സം സമിത്യുവസേ വൃഷൻ അഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനിവഃ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം വൃത്തിക്ക് വിടാം. വീണ്ടും ഒരു ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം വൃത്തിക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.